ടിനോയ മിനിസ്ട്രീസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ബൈബിളിൽ നിന്നുള്ള ശാസ്ത്രം തെളിയിച്ച പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ കമ്പ്യൂട്ടറുമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറാണല്ലോ, കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ് നിർത്തിയത്. ഇപ്പോഴ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കറിയാം, ഇപ്പോഴ് ID ചിപ്പുകൾ ഇഷ്ടംപോലെ ഇപ്പം ആവുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആയിട്ടുണ്ട്. അത് സാധാരണ അവർ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഒരു പ്രീ പ്രോഗ്രാംഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചിപ്പിനകത്ത് കയറ്റി നമ്മുടെ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളതാണ്, ഒരു നെല്ലിൻ്റെ അരിയുടെ സൈസിലുള്ള ചിപ്പുകളാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഓണായി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ വർക്കുകളും, ഇപ്പോൾ ഇന്നത്തെ മെയിലുകൾ, അതുപോലെ ഞാൻ ചെയ്യേണ്ട വർക്കുകളെല്ലാം എൻ്റെ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പിൽ തെളിഞ്ഞു വരും. ഞാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 10-15 അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ നമുക്ക് ലാഭിക്കാം, പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ടെല്ലാം ചെയ്യുന്നു എന്നുള്ളത്. ഇത് ഇപ്പോഴത് മാറി ജീവിതത്തിലുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു തിങ്കിങ്ങിലായിട്ടുണ്ട്. അതുമാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, നെറ്റിയിലോ കൈമേലോ മുദ്ര, അങ്ങനെയുള്ളവർക്ക് മാത്രമേ വാങ്ങാനും വിൽക്കാനുമുള്ള റൈറ്റ് ആ സമയത്ത് കൊടുക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോയാൽ പോലും നിങ്ങൾക്ക് പൈസ എടുക്കണമെങ്കിൽ ഈ മുദ്ര, ആൻറ്റിക്രൈസ്റ്റിൻ്റെ മുദ്ര വേണം, അല്ലെങ്കിൽ ആ ചിപ്പിനകത്ത് ആ മുദ്ര വേണം, ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ അവിടെ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇപ്പം തന്നെ ബാർകോഡിനകത്തൊക്കെ അതൊക്കെ ഉണ്ടോ, എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ചൊന്നും അത്രയും ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാനത് അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിന് ശേഷം നമ്മളെ യന്ത്രമനുഷ്യൻ റോബോട്ട്സ് വന്നു. നമുക്കറിയാം, സോഫിയ എന്ന് പറഞ്ഞൊരു റോബോട്ടിക് ഒരു ലേഡി ഉണ്ടാക്കി. സോഫിയയ്ക്ക് എല്ലാ കഴിവുകളും കൊടുത്തിട്ടുണ്ട്. സോഫിയയ്ക്ക് ഇമോഷൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ സോഫിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ സോഫിയയ്ക്ക് കല്യാണം കഴിക്കണം. അപ്പം അങ്ങനൊരു സ്റ്റേജിലാണ് സോഫിയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, ജർമ്മനിയിലൊക്കെ ചർച്ചിൻ്റെ സേർമൺ എടുക്കുന്നത് പോലും റോബോട്ട്സാണ്. റോബോട്ട്സ് വന്നാണ് ചർച്ചിൻ്റെ സേർമൺ എടുക്കുന്നത്. ആ ഒരു രീതിയിലായി. കാരണം എല്ലാം പ്രോഗ്രാം ചെയ്ത് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റോബോട്ട്സ് അത് ചെയ്തോളും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ രീതിയിലാക്കിയിട്ടുണ്ട്. റെവലേഷൻസ് 13:15 പറയുന്ന, മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ അതിന് ബലം ലഭിച്ചു. പിന്നെ മൃഗത്തിൻ്റെ പ്രതിമ എന്ന് പറയുമ്പോൾ അതൊരു റോബോട്ടിക്കായിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ളൊരു സംഭവമാണ്. അത് ഒരു റോബോട്ടിക് ആക്ടിവിറ്റി. ഇപ്പോൾ എത്ര റോബോട്ട്സാണ് വന്നിരിക്കുന്നത്. നമ്മൾ മനുഷ്യനെ ചെയ്യാൻ വയ്യാത്ത വർക്കുകളെല്ലാം റോബോട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹാർവെസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു. റോബോട്ട് തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നു. റോബോട്ടിനെ കൊണ്ട് ഷട്ടിൽ കളിക്കാനായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് റോബോട്ട് ഇങ്ങോട്ടേക്ക് ഷട്ടിൽ കളിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. എല്ലാ കാര്യങ്ങളും റോബോട്ട് ചെയ്യുന്നു. വീട്ടിലുള്ള ക്ലീനിങ് എല്ലാം റോബോട്ട്സ് ചെയ്യുന്നു. അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം റോബോട്ടിക്കായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങി. അത് ഒരു 2-3 വർഷത്തിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് 2030 ആകുമ്പോഴത്തേക്ക് എല്ലാ വീട്ടുകളിലും റോബോട്ട്സ് കാണും. മിക്കവാറും ഒരു 5-6 വർഷം കഴിയുമ്പം നിങ്ങളുടെയും എൻ്റെയും വീട്ടിലെല്ലാം ഈ റോബോട്ട്സ് കാണും. കാരണം അവർ ഇത് ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം അവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് നമുക്കൊരു റിമോട്ട് ഉണ്ടായാൽ മതി. ആ റിമോട്ടിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് AC ഓൺ ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ റോബോട്ടുകൾ കാര്യങ്ങൾ ചെയ്തോളും. വാഷ് ചെയ്യുന്ന കാര്യങ്ങൾ റോബോട്ട് ചെയ്തോളും. തറ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ, പുറത്ത് പോയി പുല്ല് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റോബോട്ട് ചെയ്തോളും. ഈവൻ കുക്കിംഗ് വരെയും ചെയ്യും. കാരണം അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ അതിനകത്തുള്ള ഐറ്റംസിനകത്തുള്ള കാര്യങ്ങളെല്ലാം അത് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ പോയി സ്ഥലം എടുത്ത് കൊണ്ടുവന്ന് തീ കത്തിച്ച് കുക്ക് ചെയ്യും. എല്ലാ കാര്യങ്ങളും റോബോട്ട് ചെയ്യും. ആ ഒരു സ്റ്റേജിലേക്കായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ID ചിപ്പിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. ID ചിപ്പ് അതൊരു കോമൺ സിസ്റ്റമായി വരികയാണ്, എല്ലായിടവും വരികയാണ്. ID ചിപ്പ് അത് നേരത്തെ നമുക്കിപ്പോൾ ഈ കാർഡായിരുന്നല്ലോ, ഇലക്ട്രൽ കാർഡായിരുന്നു ആദ്യം, തിരിച്ചറിയൽ കാർഡ്. അത് മാറിയിട്ടിപ്പം ആധാർ കാർഡായി. ഈ ആധാർ കാർഡിനകത്തും ചില
കാര്യങ്ങൾ തെറ്റൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ടോട്ടലായിട്ടുള്ള പേഴ്സണാലിറ്റി അറിയാൻ വേണ്ടി അതിനകത്ത് ചിപ്പ് വെക്കാനുള്ള തീരുമാനം. ഈവൻ ആൾ മരിച്ചു കിടന്നാൽ പോലും ചിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആളിൻ്റെ ഐഡൻറ്റിറ്റി കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചിപ്പ് നോർമലായി വരുന്ന ഒരു സ്റ്റേജിലേക്കായിട്ടുണ്ട്. അത് ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിനകത്ത് ചിപ്പ് വഴിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഏറ്റവും വലിയ വാർത്തയായിരുന്നു, എലോൺ മസ്ക് റിമോട്ട് ന്യൂറോ മോണിറ്ററിങ് ചിപ്പ് കണ്ടുപിടിച്ചു എന്നാണ്. എലോൺ മസ്ക് തലയിൽ വെക്കാനായിട്ടുള്ളതാണ് അത്, റിമോട്ട് ന്യൂറോ മോണിറ്ററിങ് ചിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്ത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, എൻ്റെ ഓഫീസിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ എൻ്റെ ന്യൂറോൺ മറ്റേ ഈ ചിപ്പുമായിട്ട് കണക്ട് ചെയ്ത വേറെ ആളുകൾ, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അവരുടെ മനസ്സിൽ അതേ ചിന്ത കൊടുക്കും. ഇന്ന് സാറ് ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, നമ്മളത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട, ആ ചിന്ത എൻ്റെ മനസ്സിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോട്ടയത്ത് വരുമ്പോൾ അവിടുത്തെ ഒരു പർട്ടിക്കുലർ ഹോട്ടലിലെ കോഫി ഹൗസിൽ കയറിയിട്ട് ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു മസാല ദോശ കഴിക്കണം എന്ന് ഞാൻ ചിന്തിച്ചാൽ ഉടൻ തന്നെ ആ ന്യൂറോൺ ഉടൻ തന്നെ മെസ്സേജ് സെൻസ് ചെയ്ത് ആ ഹോട്ടൽ ഉടമയുടെ ന്യൂറോണിലേക്ക് ചെല്ലും. സോ ആൻഡ് സോ ജേക്കബ് പണിക്കർ ബ്രദർ വരുന്നുണ്ട്, അരമണിക്കൂറിനകം ഇവിടെ എത്തും, പുള്ളിക്ക് മസാല ദോശ റെഡിയാക്കി വെക്കുക. ഉടൻ തന്നെ ഞാൻ പറയുകയും ഓർഡർ ചെയ്യുകയും ഫോണിൽ വിളിച്ച് പറയുകയൊന്നും വേണ്ട, ഞാൻ അവിടെ ചെന്ന് നേരെ അകത്ത് കയറുമ്പോഴത്തേക്ക് ഹോട്ടലിലെ ആ മസാല ദോശ റെഡി. ഇത് എൻ്റെ റിമോട്ട് ന്യൂറോ മോണിറ്ററിങ്. ഇങ്ങനെയുള്ളൊരു സംഭവം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇത് വരുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ആൻറ്റിക്രൈസ്റ്റ് ഭരണകാലത്ത് ആൻറ്റിക്രൈസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മുടെ ചിന്ത എന്താണെന്ന്. ആൻറ്റിക്രൈസ്റ്റിനെ നമ്മൾ വർഷിപ്പ് ചെയ്യുമോ, അവനെതിരായിട്ട് നിൽക്കുമോ എന്നൊക്കെയുള്ള ചിന്ത നമ്മൾ വരുമ്പോൾ അവനറിയാം, മൃഗത്തിനറിയാം അപ്പം തന്നെ ഇന്നടുത്ത് ഇന്നാര് ഇന്ന രീതിയിൽ ചിന്തിക്കുന്നു എന്ന് അറിയാം. ഈ ഇൻ്റർനെറ്റ് മർഡർ നടക്കാനുള്ള സാധ്യതകളുണ്ട് ആ സമയത്ത്. അതാണ് ഇപ്പം ഇനി ലേറ്റസ്റ്റ് വരാൻ പോകുന്നത്, ഇൻ്റർനെറ്റ് മർഡർ. എന്താണെന്ന് വെച്ചാൽ, ഹോക്കറിനെ കയറ്റിയിട്ട് ലാപ്ടോപ്പിനകത്ത് കയറ്റിയിട്ട് ലാപ്ടോപ്പ് എക്സ്പ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുഖത്തേക്ക് ലാപ്ടോപ്പ് എക്സ്പ്ലോഡ് ചെയ്ത് നിങ്ങൾ മരിക്കും. അങ്ങനെ രീതിയിൽ കമ്പ്യൂട്ടർ ബേസ്റ്റാക്കി കൊല്ലാനായിട്ടുള്ള പുതിയ പ്രോഗ്രാമിങ് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കും. അതൊക്കെ ആൻറ്റിക്രൈസ്റ്റ് ചെയ്തോളും, നമ്മൾ പറയേണ്ട അതെല്ലാം ചെയ്തോളും. അവനെ നമസ്കരിക്കാത്തവരെയും അവൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയും അല്ലെങ്കിൽ അവനോട് എതിർത്ത് നിൽക്കുന്നവരെയൊക്കെ ചെല്ലുന്ന, ഇനി അങ്ങനെയാണ്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഹോക്കറിനെ കയറ്റി വിട്ടാൽ മതി അവൻ്റെ കാറ്റ് കളയാനായിട്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ചിപ്പ് വരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നു. അത് വർക്ക് ചെയ്യാനായിട്ട് അതിന് പ്രത്യേകിച്ച് കറണ്ടൊന്നും വേണ്ട, മനുഷ്യൻ്റെ ചൂട് മതി അത് വർക്ക് ചെയ്യാനായിട്ട്. ഈ വെളിപ്പാട് പുസ്തകം 16:11 വാക്യത്തിൽ എവർക്ക് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവായി എന്ന് പറയുന്നൊരു ഭാഗം കിടപ്പുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എന്തെങ്കിലും പിന്നീട് വന്നിട്ട് ഈ ഇൻ്റർനെറ്റ് കണക്ഷൻ ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോകും. കാരണം ഓരോ ക്രോധകലശങ്ങൾ ഉയരത്തിൽ നിന്ന് ഒഴിക്കുമ്പോൾ അതനുസരിച്ച് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഈ കണക്ടിവിറ്റി ഒക്കെ പോയി കഴിയുമ്പോൾ ഈ സെൽഫ് ചാർജിങ് ആയിട്ടുള്ളൊരു ഈ ചിപ്പിനൊരു പ്രത്യേകതയുണ്ട്. അത് ചാർജ് ആവത്തില്ല, അത് വ്രണമായി മാറും, അവരുടെ ദേഹത്ത് പിന്നെ വ്രണമായി മാറും. കാരണം അതിനകത്ത് ആ കണക്ടിവിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് വ്രണമായി മാറും എന്ന് പറഞ്ഞ് റെവലേഷൻ 16 ഒരു ഭാഗം ഉണ്ട്. അന്നേരം അതിൻ്റെ ചാർജൊക്കെ പോയി ദുർവ്രണം ഉണ്ടായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് ആണ് ഒരു കാര്യം ഞാൻ പറയാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അവർ വോയിസ് ട്രാൻസ്ലേറ്റർ ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്നറിയാം. കാരണം മലയാളത്തിൽ പ്രസംഗിക്കുന്നത് മോഡിക്ക് ഹിന്ദിയിൽ മനസ്സിലാവാൻ വേണ്ടി വോയിസ് ട്രാൻസ്ലേറ്റർ ഉണ്ടാക്കുക. അതുമാത്രമല്ല, അതിപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ മൊബൈലിലെല്ലാം ഉണ്ട്, വോയിസ് ട്രാൻസ്ലേറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഷയിൽ പറഞ്ഞാൽ അനേകം ഭാഷകൾ കേൾക്കാനായിട്ട് പറ്റും. ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. അന്തിക്രിസ്തു അവിടെ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളെ പേര് വിളിക്കുന്നത് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും.
നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം. മലയാളമെങ്കിൽ മലയാളം, ഹിന്ദിയെങ്കിൽ ഹിന്ദി, അതിനകത്ത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. ഏത് ഭാഷയാണെന്ന് വെച്ചാൽ ഏത് ഭാഷയിലും പ്രതിമ സംസാരിക്കും. 13:15 പറയുന്നതാണ്, മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. ഏത് ഭാഷയിലും പ്രതിമ സംസാരിക്കും. അവരുടെ ഭാഷയിൽ തന്നെ അത് പേർ വിളിക്കും. അവനെ നമസ്കരിക്കാത്തവരെയും അവൻ പറയുന്ന കേൾക്കാത്തവരെയും ഒക്കെ അവൻ കൊന്നുകളയും എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ലേറ്റസ്റ്റായിട്ട് ഇത്രയും കാര്യങ്ങൾ ചേഞ്ചസ് ആയി. ഇനി ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി ഇപ്പോഴേ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്നത് മനുഷ്യനെ ക്ലോൺ ചെയ്തുണ്ടാക്കുന്ന കാര്യമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് ശാസ്ത്രം മനസ്സിലാക്കുന്നവർക്കൊക്കെ മനുഷ്യനെ ക്ലോൺ ചെയ്തുണ്ടാക്കുന്ന ഒരു കാര്യം. നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിൽ ആളത് പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടു. ഇങ്ങനൊരു ലാബിൽ അനേകം കുഞ്ഞുങ്ങളെ ക്ലോൺ ചെയ്ത് ശരിയാക്കുന്ന വീഡിയോ ഒക്കെ അയച്ചിരുന്നു. എന്നാൽ അതിന് പെർമിഷൻ ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുത്തിട്ടില്ല ചെയ്യാനായിട്ട്. എന്നാൽ യൂറോപ്യൻ കൺട്രീസിൽ അത് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. നേരത്തെ നമ്മൾ ആടിനെയൊക്കെ ക്ലോൺ ചെയ്തുണ്ടാക്കിയല്ലോ, അതുപോലെ തന്നെ മൃഗങ്ങളെ ഉണ്ടാക്കിയതുപോലെ തന്നെ മനുഷ്യനെയും ക്ലോൺ ചെയ്തുണ്ടാക്കുന്ന ഒരു സ്റ്റേജ് ഒക്കെ. സൃഷ്ടിപ്പും ജീവൻ കൊടുക്കുന്നതും ദൈവത്തിൻ്റെ കൺട്രോളുള്ളൊരു കാര്യമാണ്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് സൃഷ്ടിക്കുന്നത് ആണും പെണ്ണുമായിട്ട് ഉള്ള ബന്ധത്തിൽ നിന്നാണ് ക്രിയേഷൻ ഉണ്ടാവുന്നത്. എന്നാൽ ഇത് ക്ലോൺ ചെയ്ത് മനുഷ്യനുണ്ടാവുമ്പോഴേ ഒരു കാര്യം മനസ്സിലാക്കണം, അന്തിക്രിസ്തു വരുന്നത് ചിലപ്പോഴേ ഇങ്ങനെയുള്ളൊരു സ്റ്റൈലിലായിരിക്കും ജനിക്കുന്നതെന്ന് ചില ചിന്തകന്മാർ പറയുന്നുണ്ട്. കാരണം സ്ത്രീയിൽ നിന്ന് ജനിച്ച വ്യക്തി ആയിരുന്നു കർത്താവ്. ഇത് അവൻ സ്ത്രീയിൽ നിന്ന് ജനിക്കാൻ പറ്റത്തില്ല, അന്നേരം അവനെ ക്ലോൺ ചെയ്തുണ്ടാക്കണം. അന്നേരം യേശുക്രിസ്തുവിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ് അന്തിക്രിസ്തു. ആൻറ്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന മൃഗം അല്ലെങ്കിൽ പ്രവാചകൻ അല്ലെങ്കിൽ ഡെവിൾ എന്ന് പറയുന്ന നേരെ ഓപ്പോസിറ്റാണ്. അന്നേരം ആ രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അതിന് ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് ആണ് ക്ലോണിങ് വരുന്നത് എന്ന് ഒരു സംസാരം ഉണ്ട്. അങ്ങനെ ക്ലോണിങ് കൂടി ഉണ്ടാകുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ആ വികാരഭേദങ്ങളൊന്നുമില്ല. നമുക്കറിയാം, എക്സ് ക്രോമസോമും വൈ ക്രോമസോമും കൂടെ ചേർന്നാണ് മനുഷ്യനുണ്ടാവുന്നത്, അല്ലെങ്കിൽ എക്സും കൂടെ ചേർന്നാണ് ഉണ്ടാവുന്നത്. അങ്ങനെയാവുമ്പോൾ 50% അപ്പൻ്റെ ക്യാരക്ടറും 50% അമ്മയുടെ ക്യാരക്ടറും വേണം. അമ്മയുടെ ക്യാരക്ടറിനകത്ത് കരുണ, ആർദ്രത, വാത്സല്യം ഇതെല്ലാം കാണും. അപ്പൻ്റെ ക്യാരക്ടറിനകത്ത് പുരുഷൻ്റെ ക്യാരക്ടറിൽ കറേജ് അല്ല ഗാംഭീര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. അതിൽ ഈ വാത്സല്യം കാണിക്കുന്ന ഒരാൾ ആൻറ്റിക്രൈസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾ മരിക്കുകയും ഇങ്ങനെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ അവന് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാം, ഡെവിള് ആണല്ലോ അത്, ഡെവിളിൻ്റെ പൊസഷനാണല്ലോ അത്. അതിന് ഡെവിള് വന്നു കഴിയുമ്പോൾ പിന്നെ ഡെവിളിന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെയാണെങ്കിൽ ക്ലോൺ ചെയ്ത ഒരു വ്യക്തിയായിരിക്കും ആൻറ്റിക്രൈസ്റ്റ്. എന്തായാലും മനുഷ്യനെ ക്ലോൺ ചെയ്യാനായിട്ട് തുടങ്ങി എന്ന് ഉള്ള വാർത്തകൾ നമ്മുടെ ഇടയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പോയാൽ എത്ര നാൾ മുമ്പോട്ട് പോകും എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ചിന്തകൾ വരെയും കൺട്രോൾ ചെയ്യാനായിട്ട് സംസാരിക്കുന്നത് പോലും നമ്മൾ സംസാരിക്കുന്നതും ഇവിടെ ചിന്തിക്കുന്നതും കാര്യങ്ങൾ 3000-15,000 കിലോമീറ്റർ അപ്പുറത്തിരുന്ന് ആൻറ്റിക്രൈസ്റ്റിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ എത്ര കണ്ട് ശാസ്ത്രം പുരോഗമിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിയുമ്പോഴേ ഇപ്പോൾ അടുത്ത ഏറ്റവും വലിയൊരു പ്രയാസം ഉണ്ടാകാൻ പോകുന്ന ഇതാണ്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇങ്ങനെ ചിപ്പും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടും. ഇതെല്ലാം പ്രോഗ്രാംഡായിട്ട് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാം. പിന്നെ ഇതൊന്നും വേറൊരാളുടെ ആവശ്യമില്ല. അതിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ആ രീതിയിൽ ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനികളും അല്ലെങ്കിൽ റോബോട്ടിനെ ഉണ്ടാക്കുന്ന കമ്പനികളും അതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ലാത്തൊരു സ്റ്റേജിലേക്ക് വരും. കാരണം മനുഷ്യൻ്റെ ബുദ്ധിശക്തി വികസിച്ചിട്ട് അവൻ അവസാനം എന്താണ്, കൊത്തി മുറത്തിക്കയറി കൊത്തുന്നു എന്ന് പറഞ്ഞ പോലെ കർത്താവ് ദൈവത്തിൻ്റെ വർക്ക് അവൻ കയറി ചെയ്യാൻ തുടങ്ങുമ്പോഴേ ദൈവം വെറുതെ ഇരിക്കുമോ? ദൈവത്തിനെ അന്നേരം നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അവൻ അനുദപിച്ചു എന്ന് പറയുന്നത് പോലെ അതേ ഒരു സ്റ്റേജ് നോഹയുടെ കാലം പോലെ ഒരു കാലമായി തീരും. അതുകൊണ്ട് പ്രിയ മക്കളെ,
കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞില്ല, അതിനി നമ്മൾ പറയാനിരിക്കുകയാണ്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല, അത് പറയാനിരിക്കുകയാണ്. നമ്മളിപ്പം പറഞ്ഞ സാമൂഹികമായിട്ടും അതുപോലെ പ്രപഞ്ചോത്ഭവമായിട്ടും അതുപോലെ സയൻറ്റിഫിക്കലായിട്ടും ഉള്ള ലക്ഷ്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. എന്നാന്ന് നമുക്കറിയത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കള്ളനെ പോലെ വരും. നേരത്തെ അറിയിച്ചിട്ടൊന്നുമില്ല വരുന്നത്. പിതാവിന് മാത്രമേ അറിയാവൂ, ദൂതന്മാർക്ക് പോലും അറിയത്തില്ല, സ്വർഗീയവാസികൾക്കൊന്നും അറിയത്തില്ല എന്നാ വരുന്നതെന്ന്. എന്നാൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞു തന്നു. ആ ലക്ഷണങ്ങളൊക്കെ ഏകദേശം ഇപ്പോൾ ഒത്തിരിക്കുകയാണ് കാണുന്നത്. ഇനിയും അത് അധികം നാൾ മുന്നോട്ടില്ല. അതെല്ലാം പല സമയങ്ങളിലായിട്ട്, പല ഷാഡോസായിട്ട്, പല സമയങ്ങളിലായിട്ട് നമുക്ക് വേണ്ടി ഇതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇത് നമ്മൾ ധ്യാനിക്കുകയും ഇത് ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. അതാണ് ഏറ്റവും ആവശ്യം. കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. ഏത് സമയത്തും നമ്മൾ ഒരുങ്ങിയിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവാണ് കർത്താവിൻ്റെ കാഹളം വരുമ്പോഴേ തിരിച്ചറിയുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ കെടുക്കാതെ അതിനെ സെൻസിറ്റീവൈസ് ചെയ്ത് അതിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. ആത്മാവ്, ആത്മീയമായിട്ടുള്ള ഘടകം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അതിനെ ജ്വലിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം കൊണ്ടും അതുപോലെ ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുന്നതുകൊണ്ടുമാണ്. അതുകൊണ്ട് ഈ നാളുകൾ അതെല്ലാം ചെയ്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കണം. ആരെങ്കിലും ഇത് കേട്ടിട്ട് ഇതെല്ലാം മൂഢത്തരമാണ്, മടയത്തരമാണ്, ഇതിങ്ങനൊന്നും സംഭവിക്കത്തില്ല, ഈ ലോകം അതിൻ്റേതായിട്ടുള്ള വഴികളിൽ പൊക്കോണ്ടിരിക്കും, അത് അനേകം വർഷങ്ങൾ ഇങ്ങനെ പോയി, ഇത് അനേകം ആളുകൾ പല സമയങ്ങളിൽ പറഞ്ഞതാണ്, ഇനി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നാം ലോകമഹായുദ്ധം തൊട്ടേ പറയുന്നുണ്ട്, ഇതിപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞു, പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. എന്നാൽ കർത്താവ് അധികം താമസിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനത്തിൽ വീണ്ടും പറയുന്നു. അതുകൊണ്ട് നമുക്കൊരേ ഒരു കാര്യമേ ഉള്ളൂ, നിത്യതയാണ് നമുക്ക് ആവശ്യം. ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ധാരാളമായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ആൻറ്റി ക്രൈസ്റ്റ് അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ ദൈവത്തിൻ്റെ വചനം, ഉത്കൃഷ്ടമായിട്ടുള്ള വചനം കൂടുതലായിട്ട് ആളുകൾ എത്തട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച കർത്താവെ വിഷയങ്ങളിൽ എല്ലാം നീ ജയമെടുക്കുന്ന ദൈവമായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതങ്ങളിലൊക്കെ കർത്താവിൻ്റെ ശക്തി ഈ ദിവസങ്ങൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പ്രിയപ്പെട്ടവരെ കർത്താവെ ഇത് കാണുന്നുണ്ടല്ലോ, വീൽ ചെയറിലൊക്കെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരത്തക്ക രീതിയിൽ എഴുന്നേറ്റ് നടക്കുകയും ഓടുകയും ചെയ്യുവാനായിട്ട് കർത്താവെ നീ കൃപയൊരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിന് ഓപ്പറേഷനായിട്ട് ഇരിക്കുന്ന ചില വ്യക്തികളെ കാണിക്കുന്നു. ദൈവമേ, അതെല്ലാം ശരിയായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലായിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിക്കുന്നു. ദൈവമേ, അതെല്ലാം കർത്താവെ സൗഖ്യമായി എത്രയും ഭവനത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേഹത്ത് കർത്താവെ വേദനയോടുകൂടിയുള്ള മുഴകളുണ്ട്, അങ്ങനെയുള്ളവരെ മുഴകളൊക്കെ അപ്രത്യക്ഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. നിൻ്റെ സൗഖ്യം അയക്കണമേ, സൗഖ്യദായനായിട്ടൊക്കെയുള്ള കർത്താവെ നിൻ്റെ വലിയ സൗഖ്യം ഈ ദിവസങ്ങൾ അയക്കുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെറിയ ചെറിയ അസ്വസ്ഥകളെ, പ്രയാസങ്ങളെ ജീവിതത്തിൽ വന്നിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കാതെ കർത്താവെ ഡെസ്പറേറ്റായിട്ട് നിരാശയിലിരിക്കുന്നവർക്ക് വലിയ പ്രത്യാശയുടെ കിരണങ്ങൾ അയക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റുപറയേണ്ട പാപങ്ങൾ ദൈവസനിൽ ഏറ്റുപറയാനായിട്ട് ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്ന സഹോദരങ്ങളോട് പിണങ്ങിയിരിക്കുന്നവരോട് ക്ഷമ ചോദിച്ച് നിരക്കുവാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ നീ കൃപയൊരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്കെല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ, ആമേൻ. ഇത് കണ്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് നിങ്ങൾ വാച്ച് ചെയ്യണം, ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. കമൻറ്റ് ബോക്സിൽ എൻ്റെ കമൻറ്റ് ഇടണം. പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയോ വിളിച്ചു പറയുകയോ ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.